കുന്നംകുളത്തെ കാക്കി ഭീകരതയിൽ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യും. തൃശൂർ റേഞ്ച് ഡിഐജി ഹരിശങ്കർ 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ നൽകി. ഉത്തരമേഖല ഐജിക്കാണ് റിപ്പോർട്ട് നൽകിയത്. അനു വി എസ് ആണ് വിവരങ്ങളുള്ളത്. അനു, പറയാൻ വിവരങ്ങൾ. ഗുരുതരമായി തെറ്റ് ചെയ്തു എന്ന് വ്യക്തമാകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ ഉത്തരമേഖല IG റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇത് 4 ഉദ്യോഗസ്ഥരെ, അതായത് SI നൂമാൻ ഉൾപ്പെടെയുള്ള 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനുള്ള ശുപാർശയാണ് നൽകിയിരിക്കുന്നത്. ഇത് ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയാത്ത നടപടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. 2003 ഏപ്രിലാണ് ഇങ്ങനെ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള സുജിത്തിന് അതിക്രൂരമായ പോലീസിന്റെ അതിക്രമം സ്റ്റേഷനിൽ നിന്ന് ഉണ്ടായത്. പക്ഷെ അന്ന് ഈ തെളിവുകളില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പക്ഷേ സുജിത്തിന്റെ നിരന്തരമായ നിയമ പോരാട്ടത്തിനൊടുവിൽ CCTV ദൃശ്യങ്ങൾ അദ്ദേഹം പുറത്തേക്ക് തന്നെ കൊണ്ടുവന്നു. അത് വലിയ വാർത്തയായി. പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഇന്നിപ്പോ P രാജീവ് അടക്കമുള്ള മന്ത്രിമാർ ഇന്ന് ന്യൂസ് മലയാളത്തോട് തന്നെ ഇക്കാര്യത്തിൽ തിരുത്തപ്പെടേണ്ടതാണെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ഈ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു ശുപാർശയാണ് ഇപ്പോൾ തൃശൂർ റേഞ്ച് DIG നൽകിയിരിക്കുന്നത്. മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ് അനു നമ്മൾ ആ ദൃശ്യങ്ങളിലൂടെ കണ്ടത്. 2 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ പുറത്തു വന്ന ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾക്കൊടുവിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും യൂത്ത് കോൺഗ്രസ്, കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമല്ല ഇന്നും ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്കൊക്കെ വലിയ മാർച്ചും കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിച്ചിരുന്നു. ഒടുവിൽ ഈ നടപടി വരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ഈ ശുപാർശ പോയിട്ടുണ്ടോ, ഉത്തരവെന്ന് നടപ്പാക്കി തുടങ്ങും, ഈ കാര്യങ്ങൾ എങ്ങനെയാണ്? ഒരുപക്ഷെ ഇന്നോ നാളെയോ ഏതായാലും ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ വകുപ്പ് തല നടപടികൾക്കും പോലീസിനെ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരം സൂചനകളാണ് അവർ നൽകുന്നത്. അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ഒരു പക്ഷേ കടന്നേക്കും എന്നുള്ള വിവരങ്ങളും പോലീസിന് നൽകുന്നു. കാരണം അത്രമേൽ ഗുരുതരമായ വീഴ്ചയാണ് ഉദ്യോഗസ്ഥർക്ക് പറ്റിയത് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. ഏതായാലും ഈ 4 പേരെ പ്രാഥമികമായി സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കമാണ്, ശുപാർശയാണ് ഇപ്പോൾ റേഞ്ച് DIG നൽകിയിരിക്കുന്നത്. ആ നടപടി ഉടൻ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ശരിയാനു, ഓക്കെ. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ കാലത്ത് നമ്മൾ കണ്ട വിഷ്വൽസ് അത് അത്രമേൽ ഭയപ്പെടുത്തുന്നതായിരുന്നു. ഒരാളെ ഈ ഉപദ്രവിച്ച് മർദ്ദിച്ച് അങ്ങേയറ്റം അവശനാക്കുന്ന ദൃശ്യങ്ങളാണ്. നീതി തേടി നമ്മൾ എത്തുന്ന പോലീസ് സ്റ്റേഷനുകളിൽ നടന്ന നീതികേടിൻ്റെ ക്രൂര ദൃശ്യങ്ങളാണ് നമ്മളൊക്കെയും കണ്ടത്. ഇപ്പോൾ ഒടുവിൽ ആ പോലീസുകാർക്കെതിരെ നടപടിക്ക് ശുപാർശ വന്നിരിക്കുന്നു. ഇന്ന് രാവിലെ നമ്മുടെ ഹലോ മലയാളത്തിൽ മന്ത്രി P രാജീവ് എത്തിയപ്പോൾ അദ്ദേഹവും ഈ വിഷയത്തെ അപലപിക്കുകയും കുറ്റക്കാർക്കെതിരെ നടപടി ഉടൻ ഉണ്ടാകുമെന്ന് പറയുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ ഇതാ നടപടിയും ഉണ്ടായിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു VS അനു തിരുവനന്തപുരത്ത് നിന്ന്.